ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഇതുപോലുള്ള വലിയ ഒരു കാർഡ്ബോർഡ് റോളും ആയിട്ടാണ്. കുറച്ചധികം കഷ്ടപ്പെട്ടിട്ട് ഇതുപോലെ ഒരേ അളവിൽ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. മെയിനായിട്ട് ഈ ഒരു വർക്കിൻ്റെ ഏറ്റവും വലിയ പോർഷൻ ഈ ഒരു കട്ടിങ് തന്നെയായിരുന്നു. കറക്റ്റ് അളവെടുത്തിട്ട് ഓരോ പോർഷനും കട്ട് ചെയ്തെന്നത് മനുവാട്ടം തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ഇത്ര അധികം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ചധികം പണി തൊട്ടു ആ ഒരു എക്സോ ബ്ലേഡുമായിട്ട് അത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ഒരു കാര്യം, ഇതുപോലെയുള്ള ക്രിയേറ്റീവായിട്ടുള്ള വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ആരെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്യാണ്ട് കമൻറ്റ് ചെയ്യാണ്ടൊക്കെ കാണുന്നുണ്ടെങ്കിലൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലൊരു നീറ്റായിട്ടുള്ള കാർഡ്ബോർഡിലേക്ക് അതിൻ്റെ അളവ് എടുത്തിട്ടൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ആ ഒരു പോർഷൻ ഇതുപോലെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ പറയാറില്ലേ, നമ്മുടെ ഈ ഒരു പുറത്ത് നാട്ടിൽ വന്നാൽ ഏറ്റവും കൂടുതൽ നമുക്കൊരു വൾക്കായിട്ട് ഒരു കുഴപ്പമില്ലാണ്ട് എത്ര വേണമെങ്കിലും കിട്ടുന്ന റൈറ്റാണ് ഈ ഒരു കാർഡ്ബോർഡ് റോള്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നും കിട്ടിയിട്ടുണ്ട് കുറച്ചധികം. അപ്പോൾ ഇതൊരു ഫ്ലവർ പാറ്റേണിൽ നമ്മളൊന്ന് അറേഞ്ച് ചെയ്തെടുക്കുകയാണ്. ഏകദേശം നമ്മൾ ചെയ്യുന്നത് എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവില്ലേ. അപ്പോൾ ചെറിയൊരു ഓർഗനൈസറാണ് നമുക്ക് വളയും മാലയും ജ്വല്ലറീസൊക്കെ അറേഞ്ച് ചെയ്യാൻ ബെസ്റ്റ് ആയിട്ടുള്ളൊരു ചോയ്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ കട്ടിയുള്ളൊരു കാർഡ്ബോർഡിൽ അതിൻ്റെയും കൂടി ഒന്ന് ബേസ് നമ്മളൊന്ന് മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം അതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. അങ്ങനെ എല്ലാം ഒന്ന് ആയിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് കട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഇതുപോലൊരു ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പോർഷൻ നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നിർത്തിക്കൊണ്ട് ബാക്കിയൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. ചെറിയൊരു ബെൻഡ് ചെയ്യാനുള്ളൊരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ഒന്ന് രണ്ട് ലെയർ നമ്മളൊന്ന് പീൽ ചെയ്ത് കളഞ്ഞു. അതിനുശേഷം ആ ഒരു കട്ടിയുള്ള പോർഷൻ മാത്രമാണ് ഞാൻ നിർത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് മറക്കാണ്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. എല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളയരുത്. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു പോർഷൻ ഇതുപോലെ നിർത്തിക്കുകയാണെങ്കിൽ നമ്മൾ ഇനി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നല്ല നീറ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഒരു വിഷമമുള്ളൊരു കാര്യം, ഈ ഒരു ഗ്ലൂ ഗണ്ണ് കഴിഞ്ഞ മഴയത്ത് ഇവിടെ വെള്ളം കയറിയ സമയത്ത് എൻ്റെ ക്രാഫ്റ്റ് സാധനങ്ങൾ എടുത്തു വെച്ച കൂട്ടത്തിലെല്ലാം പോയിട്ടോ. ഇപ്പോൾ പുതിയത് ഞാൻ ഗ്ലൂ ഗണ്ണ് വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വഴിയെ യൂസ് ചെയ്യുന്നതും അതിൻ്റെ എങ്ങനെയുണ്ട് ക്വാളിറ്റി എന്നൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ അളവെടുത്തതിന് കണക്കായിട്ട് ഓരോന്ന് വെച്ചിട്ട് കംപ്ലീറ്റ് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. നല്ലൊരു ഫിനിഷിങ് കിട്ടുന്ന നല്ലൊരു നീറ്റ് റിസൾട്ട് തരുന്ന ഒരു വർക്ക് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. ചുമ്മാ കളഞ്ഞുകൊണ്ടിരുന്നിട്ടുള്ള ഒരു ഐറ്റാണല്ലോ നമ്മൾ ഈ ഒരു രൂപത്തിലേക്ക് മാറ്റാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പോർഷൻ നമ്മൾ കൊടുത്തിട്ട് അതാണ് ഓപ്പൺ ചെയ്യുന്ന രീതിയിൽ നമ്മൾ മാറ്റിയിട്ടുണ്ടായത് കേട്ടോ. അത് ഭയങ്കര അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇതിനൊക്കെ കളർ കൊടുക്കണം. അതിന് മുന്നേ ആയിട്ട് കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് ഇതിനൊക്കെ ഡിസൈനൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒക്കെ എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ നല്ല ഓപ്പൺ ചെയ്യുന്ന രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ അതിൻ്റെ അറ്റം ഭാഗം ഒന്ന് നീറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ മാസ്കിൻ്റെ ടാപ്പ് നല്ല നീറ്റായിട്ട് എടുത്തിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ അറ്റവും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു കാർഡ്ബോർഡ് കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു വൃത്തിയായിട്ട് മാറിക്കിട്ടും. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് എന്തായാലും ചെയ്യണം. ഇനി ഇൻ കേസ് മാസ്കിൻ ടാപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പേപ്പർ ഇതുപോലെ കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം പശ തേച്ച് ഒട്ടിച്ചു കൊടുത്താലും മതി. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നല്ല നീറ്റായിട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്കും അതുപോലെ തന്നെ നല്ല നീറ്റ് ആൻഡ് ഫിനിഷിംഗ് ലുക്കിൽ കിട്ടുന്നുണ്ടോ. പിന്നെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, ചേച്ചി ക്രാഫ്റ്റ് വർക്കൊന്നും കാണാറില്ലല്ലോ, എന്താ ചെയ്യുന്നില്ലേ എന്നൊക്കെ. ഞാൻ ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യാറുണ്ട്. നിങ്ങൾ എൻ്റെ വീഡിയോസ് അപ്ഡേറ്റ് ആയിട്ട് കാണാത്തതിൻ്റെ ഒരു കുറവാണെന്ന് തോന്നുന്നു. പിന്നെ കുറച്ചൊന്ന് തിരക്കായിപ്പോയി, ഓണും കാര്യങ്ങളൊക്കെ അല്ലേ ഉണ്ടായത്. അപ്പോൾ അതിൻ്റേത് കുറച്ച് തിരക്കും, പിന്നെ ഞാൻ കുഞ്ഞുമാവേനെയും കൊണ്ട് ഒറ്റയ്ക്കാണ് ഇവിടെ. അതിൻ്റെതൊക്കെ ആയിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ കുറച്ച് നമ്മുടെ വർക്കിൻ്റെ എണ്ണത്തിന് കുറച്ച് കുറവുണ്ടാവുമായിരിക്കും. പക്ഷേ ക്രാഫ്റ്റും ആർട്ടൊന്നും ഞാൻ വിട്ടിട്ടില്ല, എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ കണ്ട് സപ്പോർട്ട് ചെയ്യുക. കാരണം നിങ്ങളുടെ സപ്പോർട്ടും അതുപോലെ തന്നെ ലൈക്കും കമൻസൊക്കെയാണ് നമുക്ക് ഇനിയും ഇതുപോലത്തുള്ള വീഡിയോസ് ചെയ്യാനുള്ള ഒരു പ്രചോദനം. അപ്പോൾ അത് മറക്കല്ലേ പ്ലീസ്. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു 10 മിനിറ്റെങ്കിലൊക്കെ ഒന്ന് മാറ്റി വെച്ച് നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാനും കൂടി ഒന്ന് മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ മോൾഡിൽ വെച്ചിട്ട് ക്ലേ ഒന്ന് കുറച്ച് ഡിസൈൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. നമ്മൾ ആ ഒരു ബോക്സിലേക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ 1-2 ഡിസൈൻസ് ഉണ്ടാക്കിയെടുത്തിട്ട് എല്ലാ ഭാഗത്തുമായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടോ, നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മോൾഡൊക്കെ ഞാൻ കുറേ നാൾ മുന്നേ ആമസോണിനോ ഓൺലൈനിൽ എന്തോ വാങ്ങിച്ചതാണ്. അപ്പോൾ ഈ ഒരു പാറ്റേൺ ആണ് ഞാൻ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ എല്ലാ സൈഡിലും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം കനം കുറച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. കാരണം ഇത് ഒട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് പെയിൻ്റൊക്കെ ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ ഒത്തിരി ബൾക്കായിട്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ആ ഒരു ലുക്ക് വേണ്ടാന്ന് കരുതിയിട്ട് മാക്സിമം ചെറുതാക്കിയിട്ടാട്ടോ ഞാൻ ചെയ്തത്. പിന്നെ ചെറിയൊരു പാറ്റേൺ അതിൽ നിന്ന് തന്നെ ക്രിയേറ്റ് ചെയ്തെടുത്തത് ഇതുപോലെ അതിൻ്റെ ആ ഒരു ഉള്ളിലേക്കും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി ചെറിയൊരു കീ പോലത്തെ ഒരു ലുക്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ജ്വല്ലറി ബോക്സ്, ഒരു ട്രഡീഷണൽ ജ്വല്ലറി ബോക്സിൻ്റെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പഴയ ഒരു താക്കോലിൻ്റെ പോലത്തെ ഒരു ലുക്കും കൂടി നമ്മൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം അതും കൂടി അവിടെ മിഡിലായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്.
എല്ലാം ഒന്ന് ഉണങ്ങി സെറ്റായതിന് ശേഷമാണ് നമ്മൾ കളർ കൊടുക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു ദിവസം ഞാൻ വെച്ചതിന് ശേഷമാണ് കളറിങ് പരിപാടി ചെയ്തത് കേട്ടോ. നല്ല റെഡ് കളർ എടുത്തു, അതിലേക്ക് ബ്ലാക്കും കൂടി ആഡ് ചെയ്തിട്ട് ഒരു ബ്രൗണിഷ് ഷെയ്ഡ് ഉണ്ടാക്കിയെടുത്തു. ആ ഒരു ഷെയ്ഡ് എനിക്ക് നല്ലൊരു ആപ്റ്റായിട്ട് ഫീൽ ചെയ്തു കേട്ടോ. കുറച്ച് വെള്ളം ചേർത്തിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഈ ഒരു കളർ മാത്രമല്ല ഞാൻ ചെയ്തത്, അതിനുശേഷം ഇത് ഉണങ്ങിയതിന് ശേഷം മെറ്റാലിക് ടച്ചും കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏത് കളർ വേണമെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാനൊരു ബ്രൗണിഷ് ഷെയ്ഡ് കൊടുത്തു എന്നേ ഉള്ളൂ. ആ ഒരു ഷെയ്ഡ് എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് കൊടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കളർ ഇഷ്ടമായത് അത് നിങ്ങൾക്ക് കൊടുക്കാം. ബ്ലാക്ക് കളർ കൊടുത്തിട്ട് മെറ്റാലിക് ടച്ച് കൊടുത്താലും നല്ല അടിപൊളി റിസൾട്ട് തന്നെ കിട്ടും. അപ്പോൾ അതാ ഇതുപോലെ കംപ്ലീറ്റ് നമ്മളൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ചേർത്ത് അടിക്കുവാണെങ്കിൽ നല്ല നീറ്റായിട്ടുള്ള റിസൾട്ട് തന്നെ കിട്ടും. കാരണം നമുക്കിത് വേറെ ഒരു കോംപ്ലിക്കേഷൻസ് വരുന്ന ഒരു കാര്യമൊന്നുമല്ല. ഈ ഒരു പെയിൻറ്റ് ഉണങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു സെയിം കളർ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ ഒരു ജ്വല്ലറി ബോക്സ് ആയിട്ടല്ലേ നമ്മൾ എടുക്കുന്നത്. ഒരു പഴയ ട്രഡീഷണൽ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അത്രയും ഫിനിഷിങ്ങോടെ കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല നീറ്റ് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെറ്റാലിക് ടച്ചൊക്കെ കൊടുത്തിട്ടുണ്ടായത്. എല്ലാ കാര്യം ശ്രദ്ധിക്കുന്ന കൂട്ടത്തിൽ ഒരേ ഒരു കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കുക, നമ്മൾ ക്ലേ ആയിട്ട് ഒട്ടിച്ചു കൊടുത്തതൊക്കെ നല്ല രീതിയിൽ ഉണങ്ങിയതിന് ശേഷം മാത്രമേ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അപ്പോൾ ഞാൻ ഏറ്റവും ഫ്ലാറ്റ് ആയിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഉള്ളിലൊക്കെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ മാക്സിമം കംപ്ലീറ്റ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മെയിനായിട്ട് നമ്മുടെ കുറച്ച് നീറ്റായിട്ടുള്ള ലുക്ക് കൊടുത്തത് ഫ്രണ്ടിൽ മാത്രമാണ്, ബാക്കിയൊക്കെ ഒപ്പിക്കലായിരുന്നു കേട്ടോ. കാരണം എനിക്ക് ഈ ഒരു പെയിൻ്റ് അടിച്ച് ഉണങ്ങിയെടുക്കുക എന്നൊക്കെ പറഞ്ഞത് കുറേ ഒരു എനിക്കെന്താ ഒരു ക്ഷമയില്ലാത്ത പരിപാടിയാണ്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. കാരണം അതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് കാണണം എന്നുള്ളൊരു ത്വര കൊണ്ടാണോ ഒന്നും അറിയില്ല കേട്ടോ. അപ്പോൾ എന്നെപ്പോലത്തെ ഇങ്ങനത്തെ സ്വഭാവമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ എല്ലാ ഭാഗവും കവർ ചെയ്യുന്ന രീതിയിൽ പെയിൻ്റ് അടിച്ച് കൊടുത്തു. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉള്ളിൽ വേറെ കളറ് പുറത്ത് വേറെ കളറൊക്കെ അങ്ങനെ ചെയ്യേണ്ട ഒരു താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് കൊടുത്തിട്ടുണ്ടായത്. അപ്പോൾ അതാ ഇതുപോലെ കംപ്ലീറ്റ് കളർ ചെയ്തെടുത്തു. ഉള്ളിലും കൂടി ഒന്ന് നല്ല രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഈ ഒരു കളർ തന്നെ കീപ്പ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. പക്ഷേ കുറച്ചും കൂടി ബെറ്റർ കളറൊക്കെ കൊടുത്ത് സെറ്റാക്കി ഉണക്കി എടുക്കുന്നത് തന്നെ ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ജ്വല്ലറീസൊക്കെ ഇട്ട് വെക്കുമ്പോൾ അതിനൊരു ഭംഗി തന്നെ ആയിരിക്കും കേട്ടോ, പ്രത്യേക ഭംഗി തന്നെ ആയിരിക്കും. അങ്ങനെ നമുക്കെല്ലാം ഒന്ന് കളർ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ കാണാം. ഇനി നമുക്ക് അതിനൊരു ലോക്ക് ഉണ്ടാക്കിയെടുക്കണം. അതിന് ഞാൻ ഇതുപോലത്തെ ഒരു ലോങ് ആയിട്ടുള്ളൊരു ബീഡ്സ് എടുത്തിട്ടുണ്ട്. അങ്ങനെ 2 എണ്ണം ഞാൻ എടുത്തിട്ട് ഇതുപോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയെടുത്തു. അതൊന്ന് ബെൻഡ് ചെയ്തിട്ട് ഒരു അൽക്കുലത്ത് സംഭവം ഉണ്ടാക്കിയെടുത്തു കേട്ടോ. സംഭവം ലോക്കിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതിന് വേണ്ടിയിട്ടാണ്. ഈ ഒരു ഐഡിയ എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല കേട്ടോ. കാരണം ഇങ്ങനെ ആ ഒരു സെറ്റപ്പ് എങ്ങനെയെങ്കിലൊക്കെ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളൊരു ത്വരയിൽ ഞാൻ ചെയ്തെടുത്തതാണ്. അപ്പോൾ എന്താ ഇതിങ്ങനെ നമുക്ക് ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനും പറ്റും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അങ്ങനെയാണ്. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മളൊന്ന് മെറ്റാലിക് ടച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു ബ്രൗണിഷ് ഷെയ്ഡ് തന്നെയാണ് കേട്ടോ മെറ്റാലിക് ടച്ച് കൊടുക്കുന്നത്. കാരണം അവിടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലെ പാറ്റേൺ നമ്മൾ അങ്ങനെയല്ലേ കൊടുത്തത്. ആ ഒരു കളർ തന്നെ കുറച്ചും കൂടി എൻഹാൻസ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ലുക്കാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായത് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മെറ്റാലിക് ടച്ച് നിങ്ങൾക്ക് നോർമൽ ഗോൾഡൻ കളറോ അല്ലെങ്കിൽ കോപ്പർ കളറോ അതോ അല്ലെങ്കിൽ സിൽവർ കളറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്താലും നല്ല ഭംഗി തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു സെറ്റപ്പ് നമുക്ക് എങ്ങനെയാണ് ക്ലോസും ഓപ്പണും ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗോൾഡൻ കളർ ഡസ്റ്റ് വെച്ചിട്ട് ഞാൻ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ആ ഒരു നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ചെയ്തത് കുറച്ചൊന്ന് ഭംഗി ഒരു എടുത്ത് നിൽക്കുന്ന രീതിയിൽ ലുക്ക് കിട്ടാത്തത് കൊണ്ടും ഞാനൊരു ഗോൾഡൻ കളർ മെറ്റാലിക് പൗഡർ വെച്ചിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ആയപ്പോൾ ഭംഗി കൂടിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് ഇനി എന്ത് തോന്നി എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണം. അപ്പോൾ ഇതാ ഇതുപോലെ കംപ്ലീറ്റ് ഒന്ന് നമ്മൾ ഫിംഗർ ടിപ്പിൽ എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് എല്ലാ സ്ഥലത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ ലോക്ക് നമുക്ക് എങ്ങനെ വർക്ക് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇതാ ഇതുപോലൊരു സംഭവം നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അതൊന്ന് ലോക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെറുതായിട്ടൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അത് നോർമൽ ആ ഒരു ഹോളിലൂടെ ഇറക്കി കൊടുത്തിട്ട് സംഭവം ഒന്ന് അടച്ച് വെക്കുകയാണെങ്കിൽ ലോക്ക് സെറ്റായിട്ട് കിട്ടും. ഉള്ളിലൂടെ നമ്മളൊന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സെറ്റപ്പ്, കണ്ടോ. അപ്പോൾ സംഭവം വർക്കിംഗ് ആണ്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഇഷ്ടമായോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണം. അപ്പോൾ ആ ഒരു ഭംഗി കുറച്ചും കൂടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു മെറ്റലിനെയും കൂടി ഒന്ന് കളർ ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ വർക്ക് എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ എൻ്റെ ട്രഡീഷണൽ ജ്വല്ലറീസ് ഉണ്ടല്ലോ, നമ്മൾ ടെറാക്കോട്ട ചെയ്തിട്ടില്ലേ, ഒക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് വെച്ചിട്ടുണ്ടായത്. അപ്പോൾ അതൊക്കെ എടുത്തു വെക്കാൻ നല്ലൊരു പ്രൊഡക്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഇതുവരെ ഞാൻ ജ്വല്ലറീസൊക്കെ എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ബോക്സിനേക്കാൾ ഒന്നും കൂടി എനിക്ക് അടിപൊളിയായിട്ട് ഫീൽ ചെയ്തു. ഇഷ്ടപ്പെട്ടൊരു വർക്ക് തന്നെയാണ് കേട്ടോ. കാരണം ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഒത്തിരി സമയത്ത് ഈ ഒരു ഒറ്റ സമയത്ത് നമുക്ക് എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒത്തിരി ഇഷ്ടത്തോടെ ചെയ്തിട്ടുള്ളൊരു വർക്കാണ് ഞാനിപ്പം കാണിച്ചു തന്നത്, ഒരു ഡാൻസ് തീമിൽ. പിന്നെ കുറേ പെൻഡൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ആയപ്പോൾ നമ്മൾ ജ്വല്ലറി ബോക്സ് ഒന്നും കൂടി അടിപൊളിയായി. കാരണം നമ്മൾ ഇത്രയും നല്ല അടിപൊളിയായിട്ടുള്ള സാധനങ്ങളും കൂടി അവിടെ വെച്ചപ്പോൾ സംഭവം കളറായിട്ടില്ലേ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം
അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ. പിന്നെ ഞാനിത് ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ടായ 2 ജ്വല്ലറി ബോക്സാണ്. അത് കാർഡ്ബോർഡ് റോൾ തന്നെയാണ് അതും യൂസ് ചെയ്തത്. അപ്പോൾ വർക്ക് എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു റെഡ് ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് അറിയിക്കുക. പിന്നെ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ക്രിയേറ്റീവായിട്ടുള്ള വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരിലേക്ക് നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വർക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു നല്ല വീഡിയോയിൽ കാണാം. സി യു, ടേക്ക് കെയർ.